കോഴിക്കോട് കൊയിലാണ്ടി വടകര റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷം. ദേശീയപാതാ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഇവിടെ സർവീസ് റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയുമാണ്. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, രാവിലെ അസ്ലമിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ കണ്ടതാണ് എത്രത്തോളം ശോചനീയമാണ് ആ റോഡിന്റെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും അതിനെതിരെ പ്രതിഷേധം കൂടി ഉയരുകയാണ്. എന്തൊക്കെ സംഭവിച്ചു അസ്ലം? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ പയ്യോളി എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് ഈ കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ റോഡ് കുഴിയുള്ളതും അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കുള്ളതുമായ സ്ഥലമാണ് പയ്യോളി. ഇവിടെ ആളുകൾ വാഹനങ്ങൾ പോകുന്നത് തന്നെ ഇഴഞ്ഞു നീങ്ങുന്നതാണ്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് നന്ദി ഭാഗത്ത് അവിടെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നുണ്ട് വാഹനങ്ങളെല്ലാം. ഇപ്പോൾ നോർമലി ഞായറാഴ്ച തിരക്ക് കുറഞ്ഞ സമയമാണ്. എങ്ങനെ ബ്ലോക്ക് കുറച്ച് കൂടുതലാണ്. കുണ്ടും കുഴിയും റോഡ് നോർമലി ഞായറാഴ്ച പൊതുവെ തിരക്ക് കുറഞ്ഞ സമയമാണ്. എന്നിട്ട് പോലും വലിയ തോതിലുള്ള റോഡിന്റെ അവസ്ഥ എങ്ങനെയാ? വണ്ടർലയിൽ റൈഡ് പോണ ഫീൽ ഉണ്ട്. അത്രയും അവസ്ഥയാണ്. അങ്ങനെ ഇറങ്ങിപ്പോയി വണ്ടർലയിൽ റൈഡ് പോണ ഫീൽ ഉണ്ട്. ആൾക്കാര് തമാശയായിട്ടാണെങ്കിൽ പോലും പറയുന്നത് അവരുടെ ദുരിതത്തിന്റെ ഒരു അവസ്ഥ തന്നെയാണ്. അതായത് വാഹനങ്ങളുമായി അവർക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ ഈ കാണുന്നുണ്ട്. വലിയ വാഹനങ്ങൾക്ക് തന്നെ ഇഴഞ്ഞാണ് ശരിക്കും ഇവിടെ നീങ്ങാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു വാഹനങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കാരണം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തിരക്കുറവ്. അല്ലാത്ത ദിവസങ്ങൾ ഇതിനേക്കാൾ വലിയ തിരക്കിലേക്കും മറ്റുമൊക്കെ പോകുന്നതോടുകൂടി വലിയ പ്രശ്നത്തിലേക്കാണ് പോയത്. ഇതിൻ്റെ പ്രശ്നത്തിൽ ഈ ഒരു സർവീസ് റോഡ് മര്യാദയ്ക്ക് ടാർ ചെയ്ത് പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേശീയപാതയുടെ പണി വൈകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ ടാർ ചെയ്ത് ഈ സർവീസ് റോഡുകൾ കുണ്ടും കുഴിയും മാറ്റി ചെയ്യാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടും ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാത്ര ചെയ്യാൻ വലിയ പണി തന്നെയല്ലേ? എന്ത് ലോകം ഇതെന്ത് കേരളം അത്? ഇത് ശരിയല്ല. മനുഷ്യന്മാർക്ക് വോട്ടുണ്ടത്. ഇത് എത്ര ദൂരം ഞങ്ങൾക്ക് ഈ സൈഡ് റോഡിൽ കൂടെ വരുന്നു എന്ന് അറിയോ? വല്ലാത്ത അന്തന്മാരുടെ രാജ്യം. ആളുകൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. നമ്മൾ ഈ വലിയ വാഹനത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കണം. വലിയ വാഹനങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ചെറിയ വാഹനങ്ങളുടെ അവസ്ഥ നമ്മൾ പറയാതിരിക്കാൻ ഭേദം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? വലിയ കിണറുകളാണ്, കുഴിയാണ്. കുഴപ്പമില്ല. വണ്ടീൻ്റെ ലീഫ് സെറ്റ് പോയിട്ട് എത്ര വണ്ടി ഇവിടെ കംപ്ലൈൻറ്റ് എടുക്കേണ്ടത്? ഇത് ഭയങ്കര നഷ്ടമാണ് ഞങ്ങളുടെ ഡ്രൈവർ, പ്രത്യേകിച്ച് വലിയ ലോറിക്കാർക്ക്. എത്ര സമയം ഇപ്പോൾ വടകരയിൽ നിന്ന് കോഴിക്കോട് എത്താൻ ശരിക്കും 3 മണിക്കൂർ വന്നിട്ട് എത്ര ഡീസൽ നഷ്ടം അറിയോ? ഹൈ ഗിയറിലില്ലാതെ പോരാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പെടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം പണിയാവും. ഇത് നമ്മൾ പറയുന്ന എല്ലാവരും വലിയ അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ തന്നെ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു കുഴി ചാണ്ടി അല്ലെങ്കിൽ ഈ ഒരു പുഴ താണ്ടി പോകുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ആളുകൾ പോകുന്നത്. ഏതായാലും സർവീസ് റോഡിൻ്റെ അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഈ ഒരു മഴക്കാലത്ത് ഈ സമയത്ത് തന്നെ ഇപ്പം തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന കഷ്ടപ്പെടുന്നത്. നമ്മൾ ആ മാസം 2-3 പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ചില ആടെ എത്തുമ്പോൾ എന്തെങ്കിലും പണിയാവും വണ്ടിക്ക്. അമ്മായിരിക്കും അവസ്ഥയല്ലേ റോഡ്? വലിയ ബുദ്ധിമുട്ടാണ്. അധികൃതരോടൊന്ന് കണ്ണ് തുറക്കുകയും പറ. ഇവിടെ യാത്ര ചെയ്യുന്ന ഒരാൾ പോലും സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എങ്ങനെയുണ്ട്? പരിപാടിയില്ല, തിരുവനന്തപുരത്ത് നിന്ന് മതിയായി. കാരണം യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഈ റോഡ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരിതം സമ്മാനിക്കുകയാണ്. ജിൽസി, നമ്മൾ ആരോട് സംസാരിച്ചാലും വലിയ തോതിൽ ആൾക്കാർ രോഷം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഈ സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി തീർത്തുകൊണ്ട് അവർക്ക് മര്യാദയ്ക്ക് ആ റോഡിലെങ്കിലും പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് അടിയന്തരമായ ആവശ്യമാണ്. MLA മാർ, MP മാർ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികളൊക്കെ തന്നെയും ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തണം. ജിൽസി, ശരി അസ്ലം.